ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ SDPI പിന്തുണ സ്വീകരിച്ച് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികളിൽ ചുമതലയേറ്റ AM നിതീഷിനെയും സെബേറ്റ വർഗീസിനെയും കോൺഗ്രസ് പുറത്താക്കി. DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റേതാണ് നടപടി. SDPI പിന്തുണയിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയതിന് തൊട്ടുപിന്നാലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് DCC നേതൃത്വം നിതീഷിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് സബേറ്റയ്ക്കെതിരെയും നടപടിയുണ്ടായത്. LDF-ന് 6 അംഗങ്ങളും UDF-ന് 5 അംഗങ്ങളും SDPI-ക്ക് 2-ഉം BJP-ക്ക് 1 അംഗവുമാണ് പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്നത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും BJP അംഗം വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം SDPI-യുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് SDPI അംഗങ്ങളായ ഷാമില കബീർ, ഷഹീദ് എന്നിവർ UDF-ന് വോട്ട് ചെയ്തത്. ഇതോടെയാണ് UDF അധികാരത്തിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ CPM, BJP, SDPI എന്നീ കക്ഷികളുമായി ചേർന്ന് അധികാരം പങ്കിടില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിയാണ് DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ കോൺഗ്രസ് ഭരണം പിടിച്ചത്. നിതീഷിനെയും വർഗീസ് ചൊവ്വന്നൂരിൻ്റെ ഭാര്യ കൂടിയായ സബേറ്റയെയും പുറത്താക്കിയ DCC നടപടി പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമായും കോൺഗ്രസിലെ ഒരു വിഭാഗം കാണുന്നുണ്ട്. കോൺഗ്രസ് പതാകയ്ക്ക് മുകളിൽ കരിങ്കൊടി കെട്ടിയുള്ള പ്രതിഷേധവും കഴിഞ്ഞ ദിവസം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നടത്തിയിരുന്നു. കാൽനൂറ്റാണ്ടായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ചൊവ്വന്നൂർ.